ശ്രീ റജി ലൂക്കോസ്, അതായത് യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ പോലും പറയുന്നു ഇത്ര ഗൗരവമായ ഒരു സംഭവഗതികൾ കോൺഗ്രസിനുള്ളിൽ, അതും ഉന്നത നേതാക്കന്മാർക്കെതിരെ അടക്കം, അതും ഉന്നത നേതാക്കന്മാരായിട്ടുള്ളവരടക്കമുള്ള സ്ത്രീകളാണ് പുറത്തു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ഗൗരവമാണ്. ഹേമ കമ്മിറ്റിക്ക് സമാനമായ ഒരു കമ്മിറ്റി വെച്ച് അന്വേഷിച്ചാൽ കോൺഗ്രസിൽ നേതൃത്വം തന്നെ കാണുമോ എന്ന് സംശയം തോന്നുന്നു. ഡിവൈഎഫ്ഐ നേതാവ് പ്രതികരിച്ചത് അങ്ങനെയാണ്. ശ്രീ റജി ലൂക്കോസ്. അജിംഷാദ്, കേരളത്തിലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് കിട്ടിയിരിക്കുന്നേക്കാളും ധൈര്യം ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നു. കോൺഗ്രസിലൊരു WCC അനിവാര്യമാണ്. വിമൺ ഇൻ കോൺഗ്രസ് കമ്മിറ്റീസ് എന്ന പേരിലൊരു കമ്മിറ്റി അനിവാര്യമായി മാറിയിരിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ സമയം തരണം. ഒന്നിവിടെ ശ്രീമാർ സാറ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്രതികരിച്ച പുറത്താക്കുന്നവരുടെ ശൈലിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിൻ്റെ KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ച് നൂറുകണക്കിന് ആൾക്കാരുടെ മുമ്പിൽ പത്രക്കാരോട് പറഞ്ഞൊരു വിവരമുണ്ട്. എന്താണെന്നറിയോ? അന്നത്തെ KPCC പ്രസിഡന്റ് വനിതകൾ ആരെങ്കിലും ആ KPCC ഓഫീസിൽ ചെന്നാൽ കഥ കടക്കുക മാത്രമല്ല കുറ്റിയിടുന്നത് എന്തിനാണ്? അതിലപ്പുറം ഒരു ഗുരുതരമായ ആരോപണമുണ്ടോ? ആ സ്ഥാപനത്തെക്കുറിച്ച് പറയാവുന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും പറയാത്തൊരു ആരോപണമാണ് പറഞ്ഞത്. എന്നിട്ട് ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? അതിലും ഗുരുതരമായ ആരോപണം പിന്നെയും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉയർത്തി. എന്താണ്? അന്നത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന അതിനുശേഷം K. മുരളീധരൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പേരിലൂടെ ഉപയോഗിക്കുന്നത്, അല്ല ഞാൻ പേര് പറയത്തില്ല. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഈ ചാനൽ എനിക്ക് പറയാൻ പറ്റത്തില്ല, അത് രാജ്മോഹൻ ഉണ്ണിത്താനെ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ചെറുവരിൽ എനിക്കോ ഇന്ത്യയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നെങ്കിൽ പിന്നെ ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ ആ പാർട്ടി വെച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞതിനകത്ത് അദ്ദേഹത്തിൻ്റെ ന്യായമുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ എൻ്റെ ഒരു സുഹൃത്തു കൂടെയാണ്. നിങ്ങൾ ആരെങ്കിലും ചെറുവരിൽ എനിക്കോ ഈ പാർട്ടിയെ കുറിച്ച് കേവലം 4 ആഴ്ച മുമ്പ് സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സുൽത്താൻ ബത്തേരി നിങ്ങളുടെ പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതിയും അതിൻ്റെ KPCC യോഗത്തിൽ വെച്ച് പരസ്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്താ പറഞ്ഞേ? KPCC നടക്കുന്നത് എന്താണെന്ന് പുറത്തു പറയാൻ പറ്റത്തില്ല, അതിനകത്തേക്ക് പ്രവേശിക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് നടക്കുന്നത്? ഇങ്ങനെയൊക്കെ പ്രതികരിച്ച നേതാക്കന്മാർക്ക് ഒരു പോറൽ പോലും വെക്കാതെ നടക്കുമ്പോൾ കേരളത്തിൽ ഈ പാർട്ടിയുടെ കൊള്ളരുതായ്മകളെ സ്ത്രീവിരുദ്ധതയെയും കുറിച്ചൊക്കെ പരാമർശിക്കുന്നവരെയും അത് ഒരു വ്യക്തിയിലേക്ക് പോലും ചായാതെ കൊണ്ട് തങ്ങൾക്ക് വരുന്ന അനുഭവങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ പ്രകടിപ്പിച്ച വനിതകളെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം ഒരു ഫാസിസ്റ്റ് സംഘടന ഈ രാജ്യത്ത് വേറെ ഉണ്ടോ? ഒരു ഫാസിസ്റ്റ് സംഘടനയെ പോലും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീവിരുദ്ധതയുടെ ആകത്തുകയല്ലേ ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ആ വനിതാ നേതാവ് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവരൊരു അടി കൊടുത്തെന്ന് പറഞ്ഞ നേതാവ്, ആ നേതാവിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു. അവരെന്തിനാണ് അടി കൊടുത്തത്? മദ്യവെച്ചിട്ട് അയാൾ ഉപദ്രവിക്കാൻ ചെന്നിരിക്കുന്നു. അയാൾ ഇപ്പോഴും ഈ പാർട്ടിക്കകത്ത. അപ്പോഴാണ് രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ദേശീയ തലത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിട്ടും മഹിളാ കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിട്ടും നിയമസഭയിലേക്ക് മത്സരിക്കുകയും അതുപോലെ തന്നെ PSCയിൽ അംഗമാവുകയും ഒരു കാലത്തും നല്ല ഈ സമീപകാലത്ത് വരെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രോമിസിംഗ് ആയിരുന്ന നേതാവായി മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്ന ഒരു വനിതാ നേതാവായി സിമി റോസ്ബെല്ലിനെ പുറത്താക്കിയതിൽ എന്ത് ന്യായമാണുള്ളത്? നിങ്ങൾ അതിനാദ്യം മറുപടി പറയൂ. ഈ പാർട്ടിയിൽ സ്ത്രീകൾക്കുള്ള സുരക്ഷത എന്താണ്? അതല്ലേ നിങ്ങൾ പറയേണ്ടത്. ഒരു അന്വേഷണ കമ്മീഷൻ അടിയന്തരമായിട്ട് തന്നെ സർക്കാർ ആലോചിക്കണം, അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ നിഷ്പക്ഷമതിയിലായിട്ടുള്ള നേതാക്കന്മാർ ആലോചിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നു മുതലല്ല, നോക്കിയോ നിങ്ങൾ, ഇന്നു മുതലോ അല്ലെങ്കിൽ നാളെ മുതലോ ഇതുപോലത്തെ വെളിപ്പെടുത്തൽ സിനിമയ്ക്ക് തുല്യമായിട്ട് പുറത്തു വരും. ഏതെല്ലാം രീതിയിലുള്ള പീഡന കഥകൾ, ഏതെല്ലാം രീതിയിലുള്ള ഒതുക്കലുകൾ, ഏതെല്ലാം രീതിയിൽ കോർണർ ചെയ്തതിനെ പറ്റി അതൊക്കെ വരും. പിന്നെ കൂടാതെ സിമി റോസ്ബെല്ലിലൂടെ പറഞ്ഞ ആളുടെ പേരൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പുറത്താക്കിയിട്ട് തിരിച്ചെടുത്തിട്ട് സമുന്നത പദവിയിലേക്ക് കൊണ്ടുവന്നവരും സിമി റോസ്ബെല്ല് എന്ന് പറയുന്ന ആ നേതാവുമായിട്ട് എന്ത് പൊരുത്തമുള്ള അവർ ഇന്ന് വരെ ഈ പാർട്ടിക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കുറേ നാളുകളായിട്ട് അത് നിശബ്ദയായിരുന്നു ഈ പാർട്ടിക്കകത്ത്. ഈ പറയുന്ന അപകടങ്ങൾ സഹിച്ചുകൊണ്ട് ഇവിടെ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു മുൻ കോൺഗ്രസിൻ്റെ നേതാവ്, സാക്ഷാൽ K. കരുണാകരൻ്റെ മകള്, രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗം, പാർലമെന്റിലേക്ക് നിയമസഭയിലേക്ക് മത്സരിച്ച സമുന്നതയായ നേതാവ്, അന്ന് അവർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചോ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് അജിംഷാദും ഈ പ്രിയപ്പെട്ട പാനലിസ്റ്റുകളും ശ്രദ്ധിക്കണം. ഒരു വനിതയ്ക്ക് ഒറ്റയ്ക്ക് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ റൂമിൽ പോകാൻ പാടില്ല, പോയിട്ടുണ്ടെങ്കിൽ അപകടമാണെന്നല്ലേ അവർ പറഞ്ഞത്. അങ്ങനത്തെ അവസരമുള്ളപ്പോൾ അവരെക്കുറിച്ച് പിന്നെ എന്താ പറഞ്ഞത്? ഈ പറയുന്ന പത്മജ വേണുഗോപാലിനെ കുറിച്ചും ഇതേ പത്മജ വേണുഗോപാലും ഈ പാർട്ടിക്ക്, അതായത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ വനിതാ സംഘടനകൾ കെട്ടിപ്പടുത്ത് കഷ്ടപ്പെടുത്തിയിരിക്കുന്ന നേതാക്കളായിട്ടുള്ള പത്മജ വേണുഗോപാൽ, അതുപോലെ ലതിക സുഭാഷ്, ഷാഹിദ കമാൽ, ഇവരെ പോലുള്ളവർ ഇന്ന് പ്രസ്താവനകളായിട്ട് വന്നിട്ടുണ്ട്. സിമി റോസ്ബെല്ല് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 100% ശരിയാണെന്ന് അവരുടെ അനുഭവങ്ങൾ കേരളം കണ്ടില്ലേ? ഈ കേരളത്തിലെ ജനങ്ങൾ വിചാരണയ്ക്ക് വിധേയമാക്കണം ഈ കോൺഗ്രസ് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്. എവിടെ നിന്നോ വന്നവരൊക്കെ പൊട്ടിമുടച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ തലപ്പത്ത് പല രീതിയിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് സ്ത്രീകൾ അവരുടെ ഗുഡ് ലിസ്റ്റ് വന്നില്ലെങ്കിൽ അവരെ പുറത്താക്കുകയും ഒരു സ്വകാര്യ ലിമിറ്റഡ് കമ്പനികളെ പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന
വളരെ ഭീകരമായിട്ടുള്ള ഞെട്ടിക്കുന്ന കഥകളാണ് ഇപ്പോൾ ഈ കൈരളിലൂടെ ഇന്നലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൈരളി മാത്രമല്ല, ഇന്നും സകല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു, ഹേമ കമ്മിറ്റിയുടെ പേരിൽ ആ ഹേമ കമ്മിറ്റി കേരളത്തിൽ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട്, അതായത് ലോകത്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് വനിതകൾ അനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ സർക്കാർ രൂപീകരിച്ച ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതുവരെ പഞ്ചപക്ഷ ചർച്ചയിൽ നിന്ന അല്ലെങ്കിൽ അടിമകളെ പോലെ പ്രവർത്തിച്ച് ഭയം കൊണ്ട് മാത്രം, ആ വാക്ക് ഉപയോഗിക്കുന്നത് അവരുടെ ഭയം കൊണ്ട് തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ തങ്ങൾ സ്വയം അപമാനിക്കപ്പെടുമെന്നുള്ള ഭീതിയിൽ ഈ പറയുന്ന പവർ ഗ്രൂപ്പിനും ഇതുപോലുള്ള പീഡകന്മാരുടെ മുമ്പിൽ ഭയന്നു തരുന്ന വനിതകളായിട്ടുള്ള നടികൾ ഇന്ന് സധൈര്യം പുറത്തു വന്ന പോലെ തന്നെ ഈ കോൺഗ്രസിന്റെ നേതാക്കൾ ഇതാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആ ഹേമ കമ്മിറ്റിയുടെ പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്രയ്ക്ക് ധീരമായ ആർജവമുള്ളൊരു നടപടിയെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഇവരേതെല്ലാം രീതിയിൽ അപമാനിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ട് പീഡനത്തിൽ പ്രതികളായിട്ടുള്ളവർ നിയമസഭയിലിരിക്കുമ്പോൾ ഇതുവരെ ഒരു തെളിവില്ലാണ്ട് ഒരു പരാതിയുടെ പേരിൽ മാത്രം ഒരു MLA പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ കൊല്ലത്ത് കാട്ടിക്കൂട്ടിയിട്ടുള്ള പേക്കൂത്തുകൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ലേ? അപ്പോഴാണ് ഈ സമൂഹത്തിലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് തുല്യ പങ്കാളി വഹിച്ച അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ പോലെ ഒരു ഉരുക്ക് വനിത ഭരിച്ച ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ അവരെയൊക്കെ റോൾ മോഡലാക്കി പ്രവർത്തിക്കാൻ വന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വനിതാ നേതാക്കന്മാരെ, അതും വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള വാഗ്ദാനങ്ങൾ, അതായത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ ഉയർന്ന നിലയിലേക്ക് വരുമെന്ന് ഉറപ്പായിട്ടുള്ള നേതാക്കന്മാരെ ചവിട്ടി ഒതുക്കിക്കൊണ്ട് സകല രീതിയിലുള്ള ഒരു തരത്തിലും സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തികൾ ചെയ്തതായിട്ട് വാർത്തകളിലൂടെയും ഇവരുടെ വാക്കുകളിലൂടെയും വന്ന അവരെ പിടിച്ചു മോളിക്കയറ്റി ഈ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണെന്നും സ്ത്രീ സുരക്ഷയ്ക്കും സമത്വത്തിനും വേണ്ടി വാദിക്കുന്നവരാണെന്നും പറഞ്ഞ് തെരുവിൽ പേക്കൂത്ത് കാണിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതാണ് എനിക്ക് ചർച്ച ചോദിക്കാനുള്ളത്. ആ ഒറ്റ ചോദ്യമാണ് ചോദിക്കാനുള്ളത്.